കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ ഈശോയെ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ. എല്ലാവരും ശ്രമിതമാണ്. സൗഖ്യം തരണമേ ഈശോ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എല്ലാവരും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെ ഡിമാൻഡ്സൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ചോദിക്കും. കുറേ ജീവിതത്തിൻ്റെ അകത്ത് കുറേ ഡിമാൻഡ്സ്, ഇൻറ്റൻഷൻസ്, നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ. ചിലർ ചോദിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനാ രീതിയാണെങ്കിൽ നമ്മളത്, ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ ആലപ്പുഴ പോയി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ടോ. അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ നോട്ട് ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ്. 2016 ഉടമ്പടിയെക്കുറിച്ച് അമ്മ ആദ്യം ഇത് ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ജനങ്ങളോട് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയണം. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ ആ വിഷയം സമയത്തെയാണ് ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യണതെന്ന്, അതാണ് സ്പീഡ് ആക്കണത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം ജനങ്ങളെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊരു ബിസിനസ് ടോൺ അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനിങ്ങനെ എല്ലാത്തിനെയും റീസണബിളായിട്ടും ലോജിക്കായിട്ടും ആദ്യം കൊണ്ടുവരുന്ന ആളാണ്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം, ജനങ്ങളിലേക്ക് ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ടെന്നും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തന്ന ആന്തരിക ബോധ്യം, ഉടമ്പടിയിലോട്ട് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ദൈവികമായ ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം വന്ന കാരണം ഞാൻ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന്, ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ കൃപാസനം പത്രം നോക്കിയാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. കാര്യം എല്ലാ മാസവും ഒരു 10-20 പേരെങ്കിലും ഇങ്ങനെ മിന്നൽ വേഗത്തിൽ അവിടെ ജീവിത വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് ഇടപെടാതിരുന്ന ദൈവം ഇങ്ങനെ മിന്നൽ പോലെ ഇടപെടുന്നത് കാണാം. അതാണ് ഞങ്ങൾ കൃപാസനം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലും അകത്ത പേജിലുമൊക്കെ പ്രഥമ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ. ചിലർക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വിഷയം, തുടക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവർ ഉടമ്പടി എടുക്കും. പക്ഷേ അതിൻ്റെ അത് നമ്മൾ ദൈവത്തോട് ചെയ്യാൻ ഏറ്റ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ മാറ്റിവെക്കും. അപ്പം നമ്മൾ പത്രം കൊടുക്കാൻ താമസിക്കും, രോഗികളെ പോയി കണ്ട്
സമാശ്വസിപ്പിക്കുകയോ നമ്മുടെ പങ്ക് അവരുമായി പങ്കുവെക്കുകയോ ചെയ്യത്തില്ല. അവർ കുമ്പസാരിക്കാനൊക്കെ താമസിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ആഴ്ച 2-3 സാക്ഷ്യങ്ങൾ വന്നു. ഇതുപോലെയൊക്കെ അവർ താമസിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ ദൈവം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ദൈവം കൃത്യമായിട്ട് ആ സംഭവം ചെയ്യും. നമ്മളിങ്ങനെ പത്രം കൊടുക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടി ജീവിത രീതികൾ അനുസരിച്ച് ലൈഫ് കൺവേർട്ട് ചെയ്യാതെയുമൊക്കെ ഇരുന്നാലും ദൈവം അത് കൃത്യമായിട്ട് ചെയ്യണത് കാണാം. അതിൻ്റെ കാരണം അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. ഇത് വെച്ച് നിങ്ങൾ ദൈവത്തെ മുതലെടുക്കാൻ പറയുകയല്ല. ദൈവം അതിൻ്റെ വാഗ്ദാന നടപടി പ്രകാരമേ വാഗ്ദാനം അനുസരിച്ച് പോകത്തുള്ളൂ. സ്കീമുണ്ട് അതിൻ്റെ. എന്താണ് എൻ്റെ സ്കീം? എന്താണ്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, അല്ലേ? അതാണ് എൻ്റെ സ്കീം. ഇപ്പം നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മളോട് അതനുസരിച്ച് കാണിക്കത്തില്ല. ദൈവം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, കരങ്ങൾ വീശുവാൻ തിമോത്തിയോസ് 2:13. 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇതാണ് ബിബ്ലിക്കൽ സ്കീം എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ പ്രോമിസിനെ സ്കീമായിട്ടാണ് ഇത് ഉടമ്പടി കാണുന്നത്. അങ്ങനെ ഒരു സ്കീമുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അവിശ്വസ്തത തുടരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ ഉടമ്പടി ഇവിടെ ഉഴപ്പുന്നുണ്ടല്ലോ, ഞാൻ പത്രം കൊടുക്കുന്നില്ലല്ലോ, എന്നിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാലും അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ഉടമ്പടിയുടെ ഒരു പ്രശ്നം, ഉടമ്പടി അതിനെ തന്നെ സേവ് ചെയ്യും. നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടിക്ക് അതിൽ തന്നെ അതിൻ്റെ ആ ഉടമ്പടിയുടെ റിക്വയർമെൻറ്റ്സ് ഉടമ്പടി തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ വരുമ്പോൾ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി ഉഴപ്പി, പിന്നെ നിങ്ങൾ കൃപാസനത്തിൽ വന്നില്ല, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേഫായിട്ടിരുന്നാലും നിങ്ങൾ സേഫല്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനായത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി ഹെവി ആവും. ഉടമ്പടി വെച്ച കാലത്തുള്ളതിനേക്കാൾ ലൈഫ് മുമ്പത്തെക്കാളും ഗുരുതരമാകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു, ഉടമ്പടി ഉഴപ്പി, പത്രം കൊടുത്തില്ല, കുമ്പസാരിച്ചില്ല, കുർബാന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്ക് പറയാം ഉടമ്പടി എന്നാലും എന്തൊക്കെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് തരുന്നുണ്ട്, ഉഴപ്പിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ്. പക്ഷേ ഒരു 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ ഈ ആൾക്കാർക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ ഉടമ്പടി അവരെടുക്കാൻ വന്നതിനേക്കാളും ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ലൈഫിൽ പിന്നെ വരാൻ തുടങ്ങും. പണ്ട് അവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ കൊണ്ട് കഴുത്ത് ഉളുക്കത്തില്ലായിരുന്നു, പിന്നീട് കഴുത്ത് ഉളുക്കുന്ന ഭാരങ്ങൾ വരും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുക? അവർ ഭൂരിഭാഗം മനുഷ്യരും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട്, ഇപ്പോൾ സോഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സാക്ഷിയാണ്. അപ്പോൾ അവൾ ഈ ആഴ്ച ഉള്ളതാണ്. അവളെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉടമ്പടി ഉഴപ്പിയിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം ഉതക്കാൻ തുടങ്ങി, കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെയായി. അപ്പോൾ അവരെന്നാ ചെയ്ത്, അവൾ രണ്ടാമത് കുമ്പസാരിച്ച് ഉടമ്പടി പുതുക്കിയിട്ട് ഈ പണ്ട് പത്രം കൊണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇവൾ മറന്നുപോയായിരുന്നു. ആ പത്രം കൊടുത്തില്ല. വീടിൻ്റെ അലമാരുടെ മുകളിലും പെട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പഴയ പത്രങ്ങളങ്ങനെ ഇരിക്കുകയും. എന്നിട്ട് അവസാനം മാതാവ് ഓരോന്നേ കാണിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അതെല്ലാം കടവല്ലേ. അതാണ് വിഷയം. പത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പത്രം കൊടുക്കാൻ അത് വേറെ വല്ല കടയിലൊക്കെ വല്ലൊക്കെ അറിയാതെ എടുത്ത് ഉടമ്പടി എടുക്കാത്തൊരു വീട്ടിൽ വല്ല ഭ്രാന്തും കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നൊന്നര തീരുമാനം വരുന്നു. പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറയത്തല്ലേ, അതുപോലെ. എന്താ കാര്യം? അത് ദൈവത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. പിന്നെ ഇവർ ഇക്ഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞ് വരക്കും. മര്യാദക്കൊന്നും വരക്കണ കാണാം, ഒരു കുഴപ്പമില്ല, വരക്കും. അപ്പം അതിന് നിങ്ങൾക്ക് മാർഗമില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇരട്ടി പത്രം വാങ്ങിച്ചിട്ട് വീണ്ടും പത്രം പ്രാർത്ഥനയോടെ വിതരണം ചെയ്യുക. അത് തന്നെ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. അതിന് പകരം ആർക്കെങ്കിലും കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോയി പൊതിച്ചോറ് കൊടുക്കുന്നൊരു കാര്യമില്ല. എന്താണ് നിങ്ങൾ ഉഴപ്പിയത്, ആ സാധനം പൂർവാധികം ശക്തമായിട്ട് അത് തന്നെ ചെയ്യേണ്ടി വരും. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ച പത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം കാര്യം ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? അവളുടെ കാര്യങ്ങളെല്ലാം അവൾ വിചാരിക്കുന്നതിനേക്കാൾ സെറ്റായിട്ട് മാതാവ് ചെയ്തു കൊടുക്കും. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ് ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഉടമ്പടി ഓരോരോ കൊല്ലം ചെല്ലുന്തോറും ഇപ്പം നമ്മൾ പറയണത് പലപ്പോഴും കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല. അങ്ങനെ കൃപാസനം അനുഭവിക്കുന്ന ഒരു ആധ്യാത്മിക പ്രതിസന്ധിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പറയണ കാര്യങ്ങൾ കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പബ്ലിക്കിന് ഇപ്പോൾ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ സിസിര പറയണത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു പീഡിയാട്രിക്കാണ്, ശിശുരോഗ വിദഗ്ധയാണ്. അപ്പോൾ അവർ പറയണത് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ലോജിക്കല്ല. ഡോക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടേഴ്സ് ഒരു വിഷയത്തെ കാണുന്നത് സയൻറ്റിഫിക് ഓർ നോട്ടെന്നേ കാണത്തുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത അവരുടെ ബ്രെയിൻ അങ്ങനെ കുറേ നാൾ മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ, സയൻസ് ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രെയിനെല്ലാം പ്രത്യേക രീതി ടോണ്ടായി. എന്താണ്? ലോജിക്ക് കൺകർ ചെയ്യാത്ത, റീസൺ കൺകർ ചെയ്യാത്ത, യുക്തിസഹമല്ലാത്ത വിഷയങ്ങളെയെല്ലാം അവർ റിജക്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും നമുക്ക് വരുന്ന വിഷയം യുക്തിസഹമല്ലെന്ന്. നമുക്കിപ്പോൾ ചിലർ ഉപ്പ് കൊണ്ടുപോയി തളിക്കത്തില്ലേ? എവിടെയാണ്? ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വാതിക്കൽ കൊണ്ടുപോയി കൃപാസനം ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ചിലർ ആശുപത്രി പോകാൻ നേരത്തെ സ്കാനിങ് തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനം ഉപ്പിട്ട് ആ സ്കാനിങ്ങിൻ്റെ വാതിക്കൽ ഉപ്പ് തരിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. അപ്പോൾ ഇതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ കോമൺ പബ്ലിക്കിന്, പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോ ഒരു മനുഷ്യനെ പറ്റിക്കൽ പരിപാടിയാണെന്ന് തോന്നുന്നു. അതാണ്, ലോജിക്കലായിട്ട് കൺകർ ചെയ്യുന്നില്ലല്ലോ. നമ്മളിടുന്ന ഉപ്പും ഈ നടക്കാൻ പോണ സംഭവവും തമ്മിൽ കൺകർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലോജിക്കലല്ലെന്ന് പറയണത്. ലോജിക്കലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം ഈ ഡോക്ടർ ശിശിരയും
ഇതിൻ്റെ പകുതി മുക്കാലും ലോജിക്കലല്ല എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം വരണത്, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നിയാലും വെൻ ഇറ്റ് ബിക്കംസ് അവർ ഓൺ പേഴ്സണൽ അഫെയർ, നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നോക്കത്തില്ല, സയൻസ് നോക്കത്തില്ല, കാര്യം നടക്കുവാന്നേ നോക്കത്തുള്ളൂ. അതാണ് വിഷയം. നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ചെയ്യണ ലോജിക്കല്ല എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യണത്? എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ. അത് ലോജിക്കാണോ സയൻറ്റിഫിക്കാണോ അല്ലല്ല, ലോജിക്കല്ലേ എന്നല്ല മനുഷ്യൻ നോക്കണത്. എന്താ കാര്യം? ലോജിക്കോ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സെൻസിബിളോ ആണോ അല്ലേ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കെന്ന് പറയണത്. അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം ഇങ്ങനെ ഇരുന്ന് വെച്ച് ഡോക്ടർ ശിശിരയ്ക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം വന്ന് അവരുടെ ആദ്യത്തെ കുഞ്ഞിന് ഒരു സിബ്ലറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിന് കുറേ പ്രോബ്ലംസ് വന്നു. ഇവരാരാണ്? ശിശുരോഗ വിദഗ്ധയാണ് അല്ലേ? അപ്പോഴേ ഇവരുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴേ ഈ ലോജിക്ക് അവിടെ നിന്ന് മാറും. അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലോജിക്കല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വന്തമായൊരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസം എന്താണ്, ലോജിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകേണ്ടത്. മറ്റുള്ളവരെ നമുക്ക് അത് ലോജിക്കല്ല, റീസണബിൾ അല്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ ഒരു വിഷയമായി മാറുമ്പോൾ നമ്മളെ ഫേറ്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. നമ്മുടെ ഫേറ്റിന് നമ്മളുമായിട്ടൊരു അഭിമുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത് അത് ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ലോജിക്കലാണോ നോൺസെൻസ് ആണോ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും അവിടെ ലോജിക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർ നേരെ കൺവേർട്ട് ചെയ്യും. തൽക്കാലം സയൻസിനെ മാറ്റിവെക്കും. അതാണ് വിഷയം. ഇത് എന്ത് ചെയ്യും? അവർ സ്കാൻ ചെയ്യണ മുമ്പ് ഉടമ്പടി തൈലം അടിവയറ്റിൽ കുരിശിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ആ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ആ രീതിയിലാണ് ആ സാക്ഷ്യം എടുത്തത്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് പറയും, ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ സ്കാനിങ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അപ്പോൾ കാര്യം പറഞ്ഞാൽ കണ്ടില്ലേ? അപ്പോൾ ടോട്ടലി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കുമായിട്ട് ഒരു ബ്രെയിൻ ടോൺ ചെയ്താലും എന്നിട്ട് ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിശിര പറയണത് പല കാര്യങ്ങളും ബിയോണ്ട് സയൻസാണ്. ആൻഡ് ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. കാര്യം എന്താണ്? അവർ ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിയോണ്ട് സയൻസാണ്, ശാസ്ത്രാതീതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ശക്തി എല്ലാ മേഖലകളിലും നമ്മളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ശാസ്ത്രപ്പുറത്ത്. ഇനി ശാസ്ത്രത്തിന് പുറത്ത് ഒരു എല്ലാ വിഷയങ്ങൾക്കും വരുന്ന ഒരു ഫെയ്ത്തിൻ്റെ ഓപ്ഷൻ, വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത. ഈ വിശ്വാസത്തിൻ്റെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനറി, അതാണ് പ്രോബ്ലം. ഇപ്പോൾ ഡോക്ടർ ശിശിര പറയുന്നു ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എന്നിട്ട് ഈ പവറിന് പക്ഷേ നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പവറിനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന തിയറി എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തിരിച്ച് മറച്ചു വിട്ടാൽ എന്താ പറയണത്? നോട്ട് ബൈ ലോജിക്
ബട്ട് ബൈ ഫെയ്ത്ത്. കണ്ടാ, അപ്പോൾ ലോജിക്കില്ല അവിടെ. ജീവിതത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നു അല്ലേ. അതാണ് ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ്. അതെന്താണ്? അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. പുതിയ ആൾക്കാരൊക്കെ അത് കേൾക്കണം. പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസോസ് 2:8 ഏറ്റു പറഞ്ഞു. എഫേസ്യൂസ് 2:8. ഈ എഫേസ്യൂസ് എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ്. എഫേസ്യൂസ് സഭയ്ക്ക് എഴുതിയ ലേഖനം, 2-ാം അധ്യായം 8-ാം വാക്യം. വിശ്വാസം വഴി ഏറ്റു പറഞ്ഞു. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതായത് ആർജിതമല്ല, അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ. അപ്പം നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ. എന്താണ്? ആർജിതം എന്ന് വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത്, പിന്നെ അനുഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ്? പ്രാർത്ഥനയല്ല, പ്രഖ്യാപനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ പ്രഖ്യാപനം തന്നെ. ഇപ്പം പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. വിശ്വാസം. നമുക്ക് ദൈവത്തിനത് സാധ്യമാണെന്ന് പറയുമ്പോഴും ഈ ദൈവത്തിന് ഡോക്ടർ ശിശുയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വൈകല്യങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 തരം മിഷനറിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ്? പ്രെയർ. രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം. മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. സാധാരണ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ആത്മീയ മേഖലയിലും ദൈവത്തിൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ആത്മീയമായിട്ടൊക്കെ കാര്യങ്ങൾ സമീപിക്കുന്നവരും പകുതി മുക്കാലും ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയണത് എന്താണ്? എൻ്റെ പ്രോബ്ലം, യഥാർത്ഥ പ്രോബ്ലം, അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതാണ് ഏറ്റവും പ്രശ്നം. ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രാർത്ഥനയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം. എന്താ താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം എന്ന് പറയണത്? നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യണം? നമ്മളിരുന്നുകൊണ്ട് ചിലർക്ക് കർണക്കൊന്ത ചെല്ലും. അത് മടിച്ചുകൾ മാത്രമേ കർണക്കൊന്ത ചെല്ലത്തുള്ളൂ. ജപമാലയെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യങ്ങളില്ലാത്തവരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. കർണക്കൊന്ത സഭയുടേതാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ എപ്പോഴും ഓർക്കേണ്ടത് രക്ഷാകര ദിവ്യരഹസ്യങ്ങൾ അട്ടിമുട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെ പ്രയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബുദ്ധിയും ബോധമുള്ളവർ വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ പ്രൂവ് ചെയ്യണ. ഇപ്പോൾ കണ്ണക്കൊന്തൊക്കെ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 50 കൊല്ലം പോലും ആയില്ല. അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും. പക്ഷേ കണ്ടൻറ്റ് വൈസ് എപ്പോഴും എങ്ങനെയാണ്? കൃപാസനം എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് എന്താണ്? ജപമാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയണത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല, അത് സഭ അംഗീകരിച്ചതാണ്. പക്ഷേ മിഷനറിയുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട്. രക്ഷാകര സംഭവങ്ങളെ അഷാദ രഹസ്യം മുതൽ ഭൂസ്വലോകം രാജ്ഞിയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്, സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. അത് ഇത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, ശരിക്കും പാടുവാണ്. അപ്പോൾ കൃപാസനം മിനിസ്ട്രിയുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജപമാല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ ഒരു ഓപ്ഷൻ തരാനില്ല.
കാരണം ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് ലളിതമായ എന്തെങ്കിലും ലഘുരൂപങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിൻ്റെ ഒരു റിസൾട്ട് അതിന് ആനുപാതികമായിരിക്കും. ഇപ്പം ജപമാലക്കാണെങ്കിൽ യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമുണ്ട്, ജനലക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തിയ തലമുറകളെ അതിജീവിപ്പിച്ച ചരിത്രമുണ്ട്. അത്രയും വലിയ മിഷണറി ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാറ്റിവെച്ചിട്ട് കരുണയായിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വരുന്നത് ബിഗിനേഴ്സിന് കുഴപ്പമില്ല. പക്ഷേ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതൊരിക്കലും. ഇതിൻ്റെ പേരിൽ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പലരുടെ ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാര്യം നിങ്ങളിത് കളയാതെ തന്നെ ജപമാല അതിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള കർണക്കൊന്ത പോലുള്ള ചെല്ലേണ്ടതായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് പറയണതാണത്, വളരെ സീരിയസ് ആയിട്ട്. കാര്യം ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള പല വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് മാതാവ് ഇങ്ങനെ ഒരു സെൻറ്റർ തന്നെ തുടങ്ങി ലോകം മുഴുവൻ എത്ര പെട്ടെന്നാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത ജനലക്ഷങ്ങൾ ഫലം കണ്ട് തുടങ്ങിയത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ്? ആൾക്കാരെ സാധാരണ പ്രാർത്ഥനകളെക്കാളും ജനങ്ങൾ പ്രഖ്യാപനത്തിലേക്ക് വന്നു, പ്രഖ്യാപനത്തെക്കാളും ജനങ്ങൾ പ്രയോഗത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം വന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രയോഗങ്ങളാണ്. വിശ്വാസത്തെ ഇപ്പോൾ സിസ്റ്റർ എന്നാ പറയണത്, അവരുടെ ഡെലിവറിക്ക് മുമ്പും അവർ ഉദരത്തിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് വിശ്വാസപ്രമാണം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഉപ്പ് തളിച്ചാലും ഉടമ്പടി തൈലം ധരിച്ചാലും അതിങ്ങനെ വെറുതെ ഇങ്ങനെ തൂത്ത് വെക്കണമല്ല പ്രശ്നം. അത് പ്രയോഗവിധിയാണ്. അത് പ്രയോഗവിധി ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. അതെന്താണ്? ഒരു പ്രഖ്യാപനത്തോടു കൂടി ഒരു വിഷയം പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണം തെറ്റിക്കാച്ചല്ലോ അച്ഛൻ എപ്പോഴും പറയും. നിങ്ങൾ ഉപ്പിടുമ്പോഴും നിങ്ങൾ തൈലം പൂശുമ്പോഴും എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം, നിങ്ങളെ വിശ്വാസപ്രമാണം പ്രഖ്യാപിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം. പക്ഷേ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്. എന്താ റിസ്ക്? ദൈവത്തിന് തോന്നണം നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണം. ഗതികേട് കൊണ്ട് 90% പേരും വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ദൈവത്തിന് തോന്നണില്ല. ഇത് ഏതാണ്ട് പിച്ചുമ്പയും പറയണ പോലെയാണ് ദൈവത്തിന് തോന്നണത്. അപ്പോൾ ദൈവത്തിന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും ചെവി ചെമ്പരത്തിപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കണമെന്ന് തോന്നത്തുള്ളൂ ദൈവത്തിന്. പല ആൾക്കാരും വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ പിച്ചുമ്പയും പറഞ്ഞ പോലെയാണ് ആൾക്കാർക്ക് ദൈവത്തിന് തോന്നണത്. ഇപ്പം ദൈവത്തിന് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ചെവി ചെമ്പരത്തിപ്പ് വെച്ചിട്ട് ഊളംപാറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് തോന്നും. എന്താ കാര്യം? വിശ്വാസപ്രമാണം കണാകുണാന്നും പറഞ്ഞ് ചെല്ലിവിടുകയാണ്. അങ്ങനെയല്ല, വിശ്വാസപ്രമാണം യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുകയാണ്. ദൈവം അവനെ മരിച്ചവൾ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിക്കേണ്ടത്? അപ്പോൾ രക്ഷ പ്രാപിക്കും, ക്രിസ്തുവിനെ പ്രാപിക്കും. അപ്പം വിശ്വാസപ്രമാണം ഇല്ലാതെ നിങ്ങൾ ഈ ഉപ്പോ ഉടമ്പടി തൈലമോ ഒന്നും ചെയ്തിട്ടൊരു കഥയുമില്ല. ആ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എന്താണ് വിശ്വാസപ്രമാണം ചെല്ലാൻ കാരണം? അതിൻ്റെ കാരണം എന്താണ്? അത് രക്ഷയുടെ സമവാക്യമാണ്. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ഈ വിഷയം. ഒരു വിഷയത്തിൽ നമ്മളുടെ കയ്യിൽ നിന്നൊരു വിഷയം പോയാൽ
നമ്മുടെ കയ്യിൽ നിന്നൊരു വിഷയം പോയി, രോഗിയായി, സുഖപ്പെടണില്ല, സാമ്പത്തികമായി കടമായി, ജപ്തിയായി, ജീവിതം കയ്യിൽ നിന്ന് പോയി. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യണത്? അഡീഷണൽ സ്ട്രെങ്ത് ആണൊരു വ്യക്തിക്ക് വേണ്ടത്. അതിന് അഡീഷണൽ സ്ട്രെങ്ത്, ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അഡീഷണൽ സ്ട്രെങ്ത്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എക്സ്ട്രാ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റോമ 10:9. എന്താണ്? യേശു കർത്താവാണ്. ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇപ്പൊ രക്ഷ നമ്മുടെ ജീവിതം കയ്യിൽ നിന്ന് പോയെന്ന് കാണുമ്പോൾ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? റോമ 10:9. റോമ 10:9 ഫോർമുല എന്താണ്? 1, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്താ പറഞ്ഞേ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അപ്പം നമ്മൾ ഏറ്റു പറയേണ്ടത് എന്താണ്? യേശു കർത്താവാണെന്ന്. ജീവിത പ്രശ്നം വരുമ്പോൾ ആരാണ് കർത്താവായിരിക്കണത്? രോഗം കലശലായി കഴിഞ്ഞാൽ ആരാണ് കർത്താവാകണത്? രോഗാണുക്കളായിരിക്കും, ബാക്ടീരിയ, വൈറസൊക്കെ അല്ലേ. ഇതുപോലെ സാമ്പത്തികം തകർന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വരൂ. വേറെ നമ്മുടെ കർത്തൃത്വം വേറെ ആൾക്കാർ, വേറെ പവേഴ്സ് ഏറ്റെടുക്കും. ഇനി ഈ നെഗറ്റീവ് പവേഴ്സിനെ ഡീത്രോൺ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് എന്താണ്? ഈ നെഗറ്റീവ് പവേഴ്സിന് മേൽ പവർ കൊടുത്തിരിക്കുന്നതാണ് ക്രിസ്തു. അതാണ് ബൈബിൾ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. വായിച്ചേ, ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകനാ, കർത്താവേ നാഥനേ. 1 Corinthians 15:27. 1 Corinthians 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പൊ യേശു എങ്ങനെയാണ് കർത്താവായെന്നാണ് 1 Corinthians 15:26 പറയണത്. എങ്ങനെയാണ്? ദൈവം സമസ്തവും, നമ്മുടെ രോഗവും ക്ഷീണവും കടങ്ങളും വഴക്കും എല്ലാ തരത്തിലും നെഗറ്റീവ് പവേഴ്സും, കുടുംബത്തിനും മന്ത്രവാദം, എല്ലാ സംഭവവും ദൈവം സമസ്തവും പറഞ്ഞ് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോഴേ ക്രിസ്തു കർത്താവാകണത് അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണ്. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അതർ ഗോഡ്സിനെ ഡിസ്പെൽ ചെയ്യണതാണ് പിന്നീട് ഒരു ഓപ്ഷനുള്ളത്. അതർ ഗോഡ്സിനെ നമ്മൾ ഡിസ്പെൽ അതർ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് ഇവിടെ ഹിന്ദുക്കൾ ഇരിപ്പുണ്ട്, മറ്റു തരത്തിലുള്ള പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ ആ മതപരമായിട്ട് വേറെ ദൈവമെന്ന് പറയുകയല്ല. ഞാനിവിടെ അതർ ഗോഡ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ
ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പൊന്ന്, അതുപോലെ തന്നെ പണം, ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചില വ്യക്തികൾ, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വ്യക്തികൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് ബൈബിളല്ലാതെ വേറെ വ്യക്തികൾ നമ്മളെ ഉപദേശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്താ കാര്യം? അവർ അതർ ഗോഡ്സിൽപ്പെട്ട ആളാണ്, വേറെ ദൈവമാണ്. കാരണം ദൈവത്തിനെ ഡീത്രോൺ ചെയ്തിട്ട് ഇവർ ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് വെച്ചുകൊണ്ട് ആണ് നിങ്ങളെ അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് പ്രാധാന്യം വരുന്ന പല വ്യക്തികളെയും സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഗുഡ് ബൈ പറയണം. അതാണ് വിഷയം. അതൊരു വേർപാട് ജീവിതമാണ്. ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് നല്ല വേർപാട് വേണ്ടി വരും. യേശുവിനെ സ്വീകരിക്കുന്നത് അല്ലാതെ അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അതാണ് വിഷയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 6:24. മത്തായി 6:24. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇതേ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോബ്ലം വരണത്, ദൈവത്തെ സേവിച്ചാൽ മാമോന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മാമോനെന്ന് പറയുന്ന ഇതര ദൈവം, അതായത് ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന ഫേക്ക് ഗോഡ്, പൊയ് ദൈവം, അത് പവറാകാം, ചില വ്യക്തികളാകാം, ചില നിരീശ്വര സങ്കല്പമുള്ള ആൾക്കാരാകാം. ഇപ്പം നിൻ്റെ ഭർത്താവ് കുമ്പസാരിക്കണില്ല, അയാളൊരു ഫേക്ക് ഗോഡാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ എന്തുകൊണ്ട് കുമ്പസാരിക്കണില്ല? പിന്നെ ആത്മീയ കാര്യങ്ങൾ അയാൾ പറയുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ഭർത്താവ് നീ പറഞ്ഞിട്ടും കുമ്പസാരിക്കണില്ല. ഇനി നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കണമെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ല. അപ്പോൾ ആരാണ് നീ സേവിക്കണത്? അവിടെയാണ് വിഷയം വന്നത്. നിൻ്റെ ഭർത്താവിനോട് കുമ്പസാരിക്കും മനുഷ്യ എന്ന് പറയാനുള്ള ഗട്ട്സ് നിനക്കില്ല. അപ്പം നീ അയാളുടെ തിന്മകളെ നീ അറിയാതെ അംഗീകരിക്കുന്നു. ഇനി അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, നിനക്ക് പുലിവാൻ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നീ പോണത്. മനസ്സിലായില്ലേ? അയാളെ കുമ്പസാരിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ കുഴപ്പം ഉണ്ടാക്കാതിരുന്നാൽ മതി, ആ ഒരു ധാരണയിലാണ്. നിലപാടെന്താണ്? ഈശോയുടെ നാമത്തെ പറഞ്ഞ് വീട്ടിൽ ഇത്തിരി കുഴപ്പമുണ്ടായാലും കുഴപ്പമില്ല, ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ നിനക്ക് കഴിയണം. അതാണ് വിഷയം വരണത്. ഇതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന് പറയുന്ന നിലപാടിൽ നിന്നാണ്. ദൈവത്തെയും ദൈവം അല്ലാത്തതിനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് ഉപ്പ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്കാനിങ് ബോർഡിൻ്റെ താഴെ കൊണ്ടുവന്ന് വിട്ട് വിശ്വപ്രമാണം ചെല്ലുന്ന ചെറിയ പ്രയോഗം മാത്രമല്ല, അതൊരു നിലപാടാണ്. ദൈവത്തിന് നിങ്ങളുടെ നിലപാടിലാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, നിങ്ങളെ ഉടമ്പടിയുടെ പവർ നമ്മൾ എംപവർ ചെയ്യണത് പലപ്പോഴും നിലപാടിലൂടെയാണ്. ഒരാളിൻ്റെ നിലപാട് ഉടമ്പടിക്ക് പ്രധാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതൊരു നിലപാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി, അതായത് ബിജു കൊല്ലം. അയാളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. നമുക്ക് എംപവറിങ്ങോ കിട്ടിയോ ശാക്തീകരിക്കപ്പെട്ടോ എന്നറിയണമെങ്കിൽ ചില ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എടുക്കുന്ന നിലപാടിലാണത് വരുന്നത്. അത് നിലപാടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ.
ഇപ്പോൾ കുംഭവരട്ടി എന്നും പറഞ്ഞ് നമുക്ക് ഒരു എക്കോ ടൂറിസം സെൻ്ററുണ്ട്. തമിഴ്നാട്ടിലാണ്, നമ്മുടേതാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളാണ് ബിജു, ഫോറസ്റ്റ് ഓഫീസറാണ്. ബിജുവിൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു അപകടം വന്നു. ആനത്താരയിലൂടെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആനക്കിടങ്ങുകൾ ഉണ്ടാക്കിയിടും. ആനകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ട്രെഞ്ചുകൾ ഉണ്ടാക്കിയിടും. പക്ഷെ മനുഷ്യന് അതിലൂടെ പോകാൻ വേണ്ടി പാഴത്തടികളുണ്ട്, പാലം ഉണ്ടാക്കും. അപ്പോൾ ബിജു ഈ ട്രെഞ്ചിൻ്റെ മുകളിൽ കൂടി പാഴത്തടി പാലത്തെ കൂടി പോവുകയും പെട്ടെന്ന് അത് ഒടിഞ്ഞു പോയിട്ട് അയാൾ തലയിടിച്ച് താഴെ വീണ് അയാളുടെ കേൾവി പോയി. 1.5 ഡെസിബൽ കേൾവി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി പറ്റത്തില്ല, ഇനി ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ്. ഓപ്പറേഷൻ കിട്ടിയാലും ഇത് കേൾവി കിട്ടുമെന്ന് അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ ബിജു പറയും, ആലപ്പുഴ ഒരു ഡോക്ടറുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണമെന്ന്. അതാണ് വിഷയം, അതാണ് നിലപാടെന്ന് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിക്കണത്? കൃപാസന മാതാവിനെ ഉദ്ദേശിക്കണത്. അതാണ് വിഷയം. അവരതുപോലെ തന്നെ ഈ ബിജു ഉടമ്പടി എടുത്തെങ്കിലും തൻ്റെ ജോലിയുമായിട്ട് ഒത്തുപോകാത്ത കാരണം ഇത്തിരി ഉഴപ്പായിരുന്നു. അത് ഉഴപ്പാണെന്ന് ബിജുവിന് അറിയാമായിരുന്നു, ഉടമ്പടി ഉഴപ്പിയാണ് പോണതെന്ന്. അപ്പോൾ ബിജു ഈ കൈ ചെവിയും പൊത്തി വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞ്, എനിക്ക് പണി തന്നല്ലേ എന്ന് ചോദിച്ചു. കാര്യം പുള്ളിക്കറിയാം പുള്ളി ഉടമ്പടി ഉഴപ്പിയ ആളാണെന്ന്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കേൾവി തിരിച്ചു വന്ന് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ, ചികിത്സയില്ലാതെ അമ്മ കേൾവി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പ്രൊഫഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുംഭവരട്ടിയിൽ മലവെള്ളം പൊങ്ങി ഒത്തിരി പേര്, ടൂറിസ്റ്റുകൾ ഒത്തിരി ഒഴുകിപ്പോയി. ചിലരെ കാണാനില്ലാതെ ഭയങ്കര ദുരന്തം സംഭവിച്ചു. അപ്പോൾ ഇവിടെ വയർലെസ്സിൽ അത് കിട്ടി. ഇയാൾ അവിടുന്ന് ആ സ്ഥലത്തേക്ക് റഷ് ചെയ്ത് എത്തിയപ്പോൾ ആൾക്കാരെ കാണാനില്ല. കുറേ പേര് ഭയങ്കര നിലവിളിയും ബഹളവും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇയാൾ നല്ല ഒഴുക്കുണ്ട്, മലവെള്ളം മുകളിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മലവെള്ളം നിൽക്കണ അവസ്ഥയുമില്ല. അപ്പോൾ ബിജു രണ്ടും കൽപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞ്, ഇറങ്ങല്ലേ, നീയും മരിച്ചു പോകും. കാര്യം അതിൻ്റെ അവസ്ഥ അതാണ്. ആ മലവെള്ളത്തിൻ്റെ കണ്ട പേടി തോന്നുന്നു, അതിൻ്റെ ഒഴുപ്പ് കഴുക്ക് കണ്ട. അപ്പോൾ ബിജുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എൻ്റെ കഴുത്ത ഉടമ്പടി കാശുണ്ട്, ഞാൻ ഉടമ്പടി എടുത്ത ആളാണെന്നാണ്. അതാണ് വിഷയം. നമ്മൾ ഈ കാശുരൂപൊക്കെ ഇങ്ങനെ ആഘോഷമായിട്ട് കെട്ടിയിട്ടുണ്ടെന്നെങ്കിലും അതിൻ്റെ പവർ പല ആൾക്കാർക്കും അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ ആഡംബരത്തിന് കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് എന്തിനാണ് നിങ്ങൾക്ക് ഈ ഉടമ്പടി കാശുരൂപം തരണത്? നിങ്ങൾക്കറിയാം, അത് 10-20 പ്രാവശ്യം വെഞ്ചരിച്ചാണ് തന്നിരിക്കണത്. ഇപ്പോൾ ഉടമ്പടി കാശുരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോലും എടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി അതിനേക്കാൾ ഇരട്ടി കാശ് മുടക്കിയാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. എന്താ കാര്യം? നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഏക തെളിവും ആ പ്രമാണമാണ്. ആ സംഭവം അത് കൈമാറാൻ പറ്റത്തില്ല. എനിക്ക് ഈ ദേഷ്യം വരും. അതായത് ഒരു ആകാശഭൂമി അറിയാൻ പാടില്ലാത്ത ചേടുത്തിമാരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഈ കാശിനെ കൊണ്ട് മകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാണ്ടാമൃഗത്തിനും അറിയത്തില്ല, ഈ കാണ്ടാമൃഗത്തിനും അറിയത്തില്ല ഉടമ്പടി എന്താണെന്ന്. ഇതൊന്നും കൈമാറാൻ ചെയ്യാൻ പറ്റുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഉടമ്പടി എടുത്തതിൻ്റെ പ്രമാണമാണത്. അത് കാണുമ്പോൾ നീ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വരണം. ഞാനും ദൈവവും തമ്മിൽ ഉടമ്പടിയാണെന്ന്. ബിജുവിന് ആ ഉടമ്പടിയുണ്ട്. മരണം മുമ്പ് പറയും, ഇല്ല, ഞാനും ദൈവവും തമ്മിൽ ഉടമ്പടിയിലാണ്. എനിക്കിവരെ രക്ഷിക്കാൻ ദൈവം എന്നെ സഹായിക്കും. അപ്പോൾ ഒരു 2.5 മണിക്കൂർ കൊണ്ടാണെങ്കിലും ശരി, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും പോകാതെ ഇവൻ അവരെല്ലാത്തിനെയും തോളത്ത് വെച്ച് കഴുത്തൊപ്പം വെള്ളത്തിൽ നീന്തിപ്പോന്ന്. അപ്പോൾ അതൊരു മനസ്സാണ്. എന്താ കാര്യം? ഞാൻ ഉടമ്പടിയിലാണ് എന്ന് പറയുന്നൊരു മനസ്സ്. അത് ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അയ്യോ ഞാൻ ഉടമ്പടിയിലാണോ,
എന്ന് നമുക്ക് സംശയം തോന്നുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയിലല്ല. നിങ്ങൾ മനസ്സിലായില്ലേ? ബിജുവാണ് കറക്റ്റ്. ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഉടമ്പടിയിലാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാര്യം? ഉടമ്പടി എടുത്തതിൻ്റെ ഏക ഒഫീഷ്യലായിട്ട് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി കാശ് രൂപമാണ്. അത് ഉപയോഗിച്ചാൽ തീരത്ത്. ബാക്കിയെല്ലാം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ചാൽ തീരും. കാശ് രൂപ നഷ്ടപ്പെട്ടാൽ പിന്നെ കൃപാസനത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ കാശ് കൊടുക്കാതെ കിട്ടണ ഒരേ സാധനമുള്ളൂ. എന്താ കാര്യം? കാശ് കൊടുക്കാൻ വേണ്ടി മാത്രം, കാശ് കൊണ്ട് എണ്ണാൻ മാത്രം അതിനേക്കാൾ വലുതാണ് ഉടമ്പടി കാശ് രൂപ. അതുകൊണ്ടാണ് ഞങ്ങൾ പൈസക്ക് തിരിച്ച് ഉടമ്പടി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തിരിച്ച് ഉടമ്പടി കാശ് രൂപ പൈസ വാങ്ങിക്കാതെ തരണതിൻ്റെ കാരണം എന്താ? നമുക്ക് അതിൻ്റെ പൈസ എണ്ണാൻ പറ്റത്തില്ല ഇത്രയെന്ന്. അത്രയും അമൂല്യമാണ് ആ സംഭവം. ആ ഒരു ബോധം ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടാകണം. പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഈ ഉടമ്പടി കാശ് രൂപത്തെ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് നമ്മൾ എംപവർ ആകണതും ഉടമ്പടി കാശ് രൂപത്തെ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി ഒരു എല്ലാ മേഖലകളിലും വിശ്വാസം പ്രഖ്യാപിക്കുകയും പ്രയോഗിക്കുകയും വിശ്വാസം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ള ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഉടമ്പടി എന്ന് പറയണത്. ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കണം. അപ്പം അതൊരു ടോട്ടലി ന്യൂ ലൈഫാണ് ശരിക്കും. അതുപോലെ തന്നെ നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ എല്ലാം വിശ്വാസ സംബന്ധമായി. ചില ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധം, ചിലർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂവിന് വേണ്ടി മാത്രം ഉടമ്പടി എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങളില്ലാത്തതിൻ്റെ പല പ്രശ്നമുണ്ടായി, അതിന് ഉടമ്പടി എടുത്തു. പക്ഷേ അതും നിങ്ങൾ ആ ഉടമ്പടി അനുസരിച്ചാണ് നിങ്ങളെ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ 24 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകും. നിങ്ങൾ ഉടമ്പടി എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതുവരെക്കും ഉടമ്പടി എടുത്തിട്ട് 3 കൊല്ലമായെങ്കിലും ഉടമ്പടി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ആ ഒരു പ്രശ്നം. നിങ്ങൾ ഉടമ്പടി എടുത്ത ആളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യമായ അവകാശവാദം മാത്രമാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവം അംഗീകരിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, എനിക്കായി കരുതുന്നവൻ എന്നെ കൈവിടാതവൻ എന്നെ കൈവിടാതവൻ പരീക്ഷയിലെ ചോദിക്കില്ല
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. നമുക്കൊരു പവർ ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ ശക്തി ക്ഷയിക്കണ സമയത്ത് ശക്തി ധരിക്കുന്നതിന് 3 ഉപാധികളാണ് ബൈബിളിലുള്ളത്. ശക്തി ധരിക്കുക. ഒന്നെന്താണ്? പ്രാർത്ഥന, പിന്നെ പ്രഖ്യാപനം, പിന്നെ പ്രയോഗം. ഈ പ്രഖ്യാപനത്തിലാണ് 2 കാര്യങ്ങളുള്ളത്. ഏതൊക്കെയാണത്? ഉടമ്പടി കാശുരൂപവും, അതായത് നമ്മൾ പരസ്യമായിട്ട് ഇട്ടുണ്ടാക്കുകയല്ലേ, അത് പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് നമ്മളിത് പരസ്യമായിട്ട് കഴുത്തിലിട്ട് നടക്കണം. അതുകൊണ്ട് നിങ്ങൾ പേഴ്സിലും പോക്കറ്റിലും വെച്ചിട്ട് എന്നെ കണ്ട മിണ്ടല്ലേ നമ്മൾ നടക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുത്ത ആളാണെന്ന് വീട്ടിൽ പോലും അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ലോക കള്ളിയാണ് നിങ്ങൾ. ഉടമ്പടി എടുത്ത ആളാണെന്ന് വീട്ടിൽ പോലും അറിയാൻ പാടില്ല. അതിൻ്റെ അടുത്ത് എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ പേടിക്കുകയും മനുഷ്യനെ ദൈവമാക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നം. അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ നിൽക്കരുത്. ഒരാവശ്യമില്ലല്ല. ദൈവത്തെ പറ്റിക്കലല്ലേ അത്. അതായത് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തെ സത്യസന്ധത വേണം. എങ്ങനെ പ്രഖ്യാപനത്തിൽ എന്താ വേണ്ടത്? മനുഷ്യർ വേണം പ്രഖ്യാപിക്കാൻ. അത് രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണ കാര്യമല്ല. എന്താണ് അതിൻ്റെ വചനം? ഏതാണ്? മനുഷ്യരുടെ മുമ്പിൽ. എടുത്ത വചനം എടുത്തേ. മത്തായി 10:32. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ ഈ പ്രഖ്യാപനത്തിനുള്ള വാക്ക് എന്താണ്? ഏറ്റുപറച്ചിൽ എന്നുള്ള വാക്കാണ്. എന്താണ് ഏറ്റുപറയണത്? വിശ്വാസമാണ് ഏറ്റുപറയണത്. ആരാണ് ഏറ്റുപറയണത്? യേശുവിനെയാണ് ഏറ്റുപറയണത്. യേശു ആരാണെന്ന് ഏറ്റുപറയണത്? യേശു കർത്താവാണെന്നാണ് ഏറ്റുപറയണത്. മനസ്സിലായില്ലേ? ഇത്തരം കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം കാര്യങ്ങൾ. രണ്ടാമത് ഈ ഏറ്റുപറച്ചിൽ വരുന്നത്
പത്രം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. പ്രയോഗമല്ല, പ്രാർത്ഥനയുമല്ലത്, പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിന് പകരം പത്രം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ വേറെ പൊതിച്ചോറ് കൊടുക്കാൻ പറ്റിയാൽ നടക്കത്തില്ല ഈ സംഭവം. നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ്. ജനിച്ചത് കള്ളത്തരത്തിലാണ്, ജീവിച്ചതും കള്ളത്തരത്തിലാണ്. ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഏറ്റുപറയുകയാണ്, വിശ്വാസം ഏറ്റുപറയുകയാണ്. വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആരെയാണ്? യേശു കർത്താവാണെന്നാണ് ഏറ്റുപറയണത്. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ചിരുന്ന എല്ലാ പത്രങ്ങളും എടുത്ത് 6-ാം മാസം കൊടുപ്പിക്കും. കാര്യം എന്താ? അത് കടവാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വല്ല കടവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സംഭവങ്ങൾ എടുത്ത് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും. കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും പറ്റത്തില്ല. ചില ജന്മന കള്ളികളും കള്ളന്മാരുണ്ടല്ലോ, അവർ ദൈവത്തെ പോലും പറ്റിപ്പ് കാണിക്കും. അങ്ങനെ ചെയ്യരുത്. അവരതൊക്കെ ഒളിച്ചു വെച്ചിട്ട് വേറെ രീതിയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കും. ഇത് ഉടമ്പടി റിലേഷനല്ലേ? ഉടമ്പടി അത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് പണി കൊടുക്കാൻ വന്നത് കാരണം ദൈവം തിരിച്ച് പണിയുകയും ചെയ്യും. അത് എന്തിനാണ് ഇല്ലാത്ത പണിക്ക് നടക്കുന്നത്? അപ്പോൾ ചെയ്യാനുള്ള സത്യസന്ധമായിട്ട് ചെയ്യണം, സത്യസന്ധമായിട്ട്. അപ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അതാണ് മെയിൻ സംഭവം. ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്ന്. നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും എല്ലാം കൊണ്ട് നമ്മളൊരു ഉടമ്പടിയിൽ, ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്ന് തോന്നണം. അതുകൊണ്ടാണ് ഒരിക്കലും വഴക്കുകളൊക്കെ ഉണ്ടാകും. വഴക്കുകളൊക്കെ ആൾക്കാർ തമ്മിലുണ്ടാകും. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം ക്രമീകരിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ വഴക്കമുണ്ടാക്കി ആ രീതിയിൽ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു വഴക്ക് ചിലപ്പോൾ തോറ്റ് മറ്റുള്ളവർ വിചാരിക്കും അവർ പറയണത് ശരിയാണ്. കാര്യം അവർക്ക് സ്വരം ഉണ്ടല്ല, അവർ സ്വരം എടുത്ത് നമ്മളെ തോപ്പിച്ചായിരിക്കും. അപ്പം ശരിയാണെന്ന് വിചാരിക്കും. അവർ പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടി നമ്മളും അവരെ തോപ്പിക്കാൻ വേണ്ടി അതേ മെഷീനറി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്ക് പ്രതിഫലം നൽകണത്. രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 6:18. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന് നിനക്ക് മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലത്. അപ്പോൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി നീ തോറ്റു കൊടുത്തതായിരിക്കും. ഉടമ്പടിയിൽ വിശുദ്ധിയോടെ നിലനിൽക്കാൻ വേണ്ടി നീ അംഗീകരിച്ച് കൊടുത്തതായിരിക്കും. അപ്പോൾ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ അത് നിൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് ദൈവം ഏറ്റെടുക്കുകയും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കേസുകളൊക്കെ ഉണ്ടാകുന്നത് ദുരിതമാണ്. ശരിക്കും കേസുകൾ ഉണ്ടാകുന്നത് ദുരിതമാണ്. അങ്ങനൊരു വാക്ക് ബൈബിളിലുണ്ട്, അല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, വിജാതിയരുടെ കോടതിയിൽ നിങ്ങളുടെ വിഷയം തീരുമാനിക്കാൻ ഇടവരരുത്. Take the word of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:5 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 6:5. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ
ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു. അതും വിജാതീയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പോൾ ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പോൾ കേസില്ലേ, കുറേ ആൾക്കാർ കേസിൻ്റെ പേപ്പർ കൊണ്ടൊന്ന് എനിക്ക് തരും. അച്ഛാ ഇത്രാം തീയതി കേസാണ്, കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് വാങ്ങിച്ച മാതാവിനെ കൊടുത്തിട്ട് തിരിച്ചു തരും. കാര്യം ആ കേസ് ഞാൻ ചോദിച്ച് എനിക്കറിയത്തില്ല. ഇവർ വക്കീൽ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും ഇവർ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും. കാര്യം നമ്മളൊരിക്കലും കേസ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേസ് ജയിക്കുക? ഒരിക്കലും കേസ് ജയിക്കത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേസ് നിലനിൽക്കുക? കേസ് നിലനിൽക്കത്തില്ല. പിന്നെ ഇത് ഇല്ലാത്ത കാര്യങ്ങൾ പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയണത് തന്നെ നിങ്ങളുടെ തമ്മിൽ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണെന്നല്ലേ പറയണത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു പറ്റും? അപ്പം തന്നെ നമ്മൾ ഉടമ്പടിയിലും എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇടയിൽ നീതി ഉണ്ടെങ്കിൽ, അനീതി ഉണ്ടാക്കാതിരുന്നാൽ മതി. നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകാം. നീതി ഇല്ലെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ നീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിനിടയ്ക്ക് വാങ്ങിച്ച സ്വർണം നിങ്ങൾ പറയണ 50 പവൻ തന്നെന്ന് പറയും. ഞാൻ 50 പവനും കൊണ്ടാണ് വന്നത്, 50 ലക്ഷം രൂപയെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം കൂടി 20 പവനേ ഉണ്ടായിരുന്നുള്ളതെന്ന്. കേസ് ഇപ്പോൾ വക്കീൽ പറയണ 20 പവൻ എന്നാ ഉണ്ടാകാനാണ്, അതുകൊണ്ട് നിങ്ങൾ 50 എഴുതാൻ പറയും. അപ്പോൾ ആരാണ് ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്? വക്കീൽ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വക്കീലാണ് അവിടെ കർത്താവ്, യേശു അല്ല. അവിടെ വിഷയം വന്നിരിക്കുന്നത് യേശു കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് തീരുമാനം എടുക്കാൻ സഹായിച്ച കള്ളക്കർത്താക്കന്മാരുണ്ട്. അവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. എന്താ കാര്യം? വക്കീലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ പയറ്റിപ്പഴപ്പാണത്. അതങ്ങനെ പറഞ്ഞാലേ കേസ് നിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നീ നിൽക്കത്തില്ല. എന്താ കാര്യം? നീ 50,000 രൂപയ്ക്ക് ദൈവത്തിന് ഒറ്റിക്കൊടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് അടിച്ചു മാറ്റാൻ മറുപറയെ വന്നിരിക്കുന്ന ആളാണ്. ദൈവത്തിന് അറിയത്തില്ലേ? അപ്പം നീ കേസ് ജയിച്ചാലും ജീവിതകാലം മുഴുവൻ തോറ്റ ഇഫക്റ്റാണ് വരാൻ പോണത്. ജീവിതകാലം മുഴുവനും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന കാര്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന പല വിഷയങ്ങളും കാണുകയെ ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്താണെന്ന്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണത്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയ പരാജയമാണ് ആ സംഭവം. പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോയാൽ അത് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞത് എന്താണ്? പ്രലോഭനങ്ങളിൽ ഒരിക്കൽ ഉൾപ്പെട്ടു പോയാൽ നീ കോടതി ജയിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കോടതി തോറ്റു. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തോറ്റതായിട്ടാണ് വരണത്. എല്ലായിടത്തും ജയിച്ച് വന്നാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ജയിച്ചു, 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്നത്തിനാണ് ആ സർട്ടിഫിക്കറ്റ്? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ജയിച്ചു, കൊച്ചു കള്ളങ്ങളും തിരിമറികളൊക്കെ പറഞ്ഞ് ജയിച്ചു. 10ാം ക്ലാസ്സിൽ ദൈവത്തിൻ്റെ കോടതി വന്നപ്പോൾ തോറ്റുപോയി. 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ തീർന്നില്ല പരിപാടി. ഇത്രയും നാൾ ജയിച്ചത് വെള്ളത്തിലായില്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രൊട്ടക്ഷൻ പ്രെയറാണ്. കാര്യം ഒരു മനുഷ്യനെ പ്രാർത്ഥനാ ജീവിതം പരിക്കില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത്തെ പ്രീ റിക്വസ്റ്റാണ് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എനിക്ക് കാലഘട്ടത്തെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെയും കന്യാസ്ത്രീയും ബിഷപ്പിനെയും എല്ലാം പൊതുജനം ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്
ജനങ്ങളുടെ ആധ്യാത്മിക ധാർമ്മികതയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് വൈദികർ തന്നെ സഭയ്ക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? ഈ വൈദികരും സിസ്റ്റേഴ്സും തന്നെ സഭയ്ക്കെതിരെ തിരിയുന്നത് കണ്ടാൽ സാത്താൻ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കുറേ കയ്യാലപ്പുറത്തെ തേങ്ങ അതിനാൽ മാറിക്കിട്ടും. എന്താ കാര്യം? ഈ അച്ഛനിലും കന്യാസ്ത്രീയിലും ഒക്കെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയില്ലേ, ആ സാധനം വൈപ്പൗട്ട് ചെയ്ത് കിട്ടും. ആരല്ലേ വിശ്വസിക്കേണ്ടത്? അതൊക്കെ മനുഷ്യന്മാർ ചിലപ്പോൾ ശരിയുമാകും തെറ്റുമാകും. ശരി തെറ്റാണെന്ന് കേസിൽ കുറ്റവാമുക്തനാക്കിയ ആൾക്കാരെ വീണ്ടും കുറ്റവാളിയാക്കാൻ വേണ്ടി സഭയുടെ ഉള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ആ അരൂപി നീതിയുടെ ആണെന്ന് പറയുമെന്നുണ്ടെങ്കിലും ഫലത്തിൽ സഭയെ ഡാമേജ് ചെയ്യുന്ന കാരണം സഭയെ ഡാമേജ് ചെയ്തുകൊണ്ടാലും ഒരു നീതി ഉണ്ടാക്കണം. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടിയല്ലേ, സഭയ്ക്ക് വേണ്ടിയല്ലല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ശരിയായിരിക്കാൻ ചിലപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാതിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. എന്താ കാര്യം? ഇവർ ഉണ്ടായിട്ടും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി സഭയിൽ അവിശ്വാസം തോന്നുക. പക്ഷേ യഥാർത്ഥ വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാലം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, മർക്കോസ് 13:9. മർക്കോസ് 13:9. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതാണല്ലോ ഇപ്പം സംഭവിക്കണത്. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. ഇതൊക്കെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകാനുള്ള അവസരമായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അവിടെ മീഡിയ റീച്ചിന് വേണ്ടിയാകും, അല്ലെങ്കിൽ സഭയെ തന്ത്രപരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാകും. ഇതെല്ലാം ഇലക്ഷൻ്റെ ഒരു ടൈമിനാണ് ഇതെല്ലാം പൊങ്ങി വരണമെന്ന് ഓർക്കണം. അപ്പം നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അവർ തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും ഉപദ്രവിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇതൊക്കെ എന്താണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ശരി ഇത് ശരി വേണമെന്ന് പറയുന്ന സമയമല്ലത്. മറിച്ച് എന്താണ്? വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനകളുടെയും ജീവിത സമർപ്പണ പ്രാർത്ഥനകളുടെയും സമയമാണ്. സിസ്റ്റർ ജോമോൾ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഓരോ വിഷയങ്ങളുടെ മേലും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ആദരവോടെ ഭക്തിയോടെ ജീവിതാവസ്ഥകൾ, നിങ്ങൾ ഇന്ന് നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. Surya
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, സ്തുതി, ആരാധന. ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയുടെ നീളത്തിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അഭിഷേകം ചെയ്യണേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളെയും ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ നൊമ്പരങ്ങളെയും ഈ ആരാധനാ മണിക്കൂറിൽ ഞങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം നീ മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2020 മുതൽ വിധങ്ങളായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടേതായ ജീവിത ദുരന്തങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവേ, നീ തന്നെ ആ മക്കൾക്ക് താങ്ങും തണലുമായി അവരുടെ കൂടെ നീ നടക്കണമേ എന്ന്, അവരുടെ ജീവിത വിഷയങ്ങളിൽ എത്രയും വേഗം ഉത്തരം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലൈറ്റിംഗ് ആൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ നിയോഗം സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വിഷയങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനം രാവിലെ 5:30 അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ അനുദിനമുള്ള ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ആ സമയം തന്നെ തത്സമയമായി നിയോഗങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത വിഷയങ്ങളുടെ മേൽ ഈ ആരാധനയുടെ യോഗ്യതയാൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ വിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഷാലോം ടെലിവിഷനിലൂടെയും ഷെക്കീന ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഇപ്പോൾ ഈ ആരാധനാ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേയും മാതാവേ, ആ മക്കൾക്ക് വേണ്ടി നീ ഈ സമയം പ്രത്യേകമായിട്ട് 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ ഉടമ്പടി ആരാധനാ സമയം വിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈശോയെ സന്ധിക്കണമേ എന്ന്, അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകം സന്ധിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് വിധങ്ങളായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ
ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം പിരിഞ്ഞു നിൽക്കുന്നവർ തങ്ങളുടേതായ കാരണത്താൽ അല്ലാതെ വലിയ വലിയ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. കേസിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത മക്കളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞിനെ ലഭിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടും അത് അതിജീവിക്കുവാൻ ജയിക്കുവാൻ സാധിക്കാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലക്ഷങ്ങൾ ഏജൻസിക്ക് കൊടുത്തിട്ടും ഇതുവരെ വിദേശത്തേക്ക് പോകാൻ ഒരു തീരുമാനമുണ്ടാകാതെ വലയുന്ന മക്കളെ പ്രത്യേകമായിട്ട് യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിപ്പെട്ടു പോയി ജീവിതം തന്നെ തുലയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ആ മക്കളെ നീ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ്റെ തിരുരക്തത്താൽ കഴുകി ആ മക്കളെ എത്രയും വേഗം വിശുദ്ധീകരിച്ച് ഈ സാക്ഷ്യപീഠത്തിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുമക്കളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോയെ ജ്ഞാനത്തിലും പ്രായത്തിലും നീ വളർന്നതുപോലെ ആ മക്കൾ നിന്നെ അറിഞ്ഞ് രുചിച്ച് അനുഭവിച്ചറിഞ്ഞ് വളരുവാനുള്ള ഒരു അഭിഷേകം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും നൽകണമേ. അവരെ പരിശീലിപ്പിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ് പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് അധികമായിട്ടുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചോയെ അവരൊക്കെ ശുശ്രൂഷിക്കുവാൻ മക്കൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോയെ പലവിധ വ്യവഹാരങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകളാൽ അകന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും അരൂപികളെ ഈ ആരാധനയുടെ യോഗ്യതയാൽ നീ അത് തകർക്കണമേ എന്ന്, അവരുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ആലയത്തെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുദിനം ഇവിടെ വന്ന് കടന്നു പോകുന്ന ഓരോ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മരിയൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈശോയെ മക്കളെ ഈ ഉടമ്പടിയിലേക്ക് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലെങ്കിലും ഈശോയെ ഈ അമ്മയെ കണ്ട് കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിനെ കണ്ട് കണ്ണുനീരിട്ട് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും വിശ്വാസമില്ലാതെയാണ് ആ മക്കൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്നതെങ്കിലും പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങളായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ വിശ്വാസം കണക്കിലെടുത്ത് ആ മക്കൾക്ക് വലിയ വിശ്വാസവും ദൈവിക അനുഭവങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം അങ്ങേ മഹത്വപ്പെടുത്തി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനുള്ള വലിയ അഭിഷേകം ആ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തിന്മകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകന്ന് സ്വന്തം ജീവിത പാതകളിലായിരിക്കുന്ന മക്കളെ, അങ്ങനെ കുടുംബത്തിൽ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കളെ, ഒപ്പം തന്നെ വലിയ വലിയ ചതികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാവിധ തിന്മകൾക്കെതിരെ ആരാധനയിലൂടെ അവരുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഉയർന്നു പോകുന്ന എല്ലാ തിന്മകൾക്കെതിരെയും പരിശുദ്ധമേ ദൈവമാതാവേ, സർപ്പത്തിൻ്റെ തല തകർത്ത ദൈവമാതാവേ, അമ്മ തന്നെ ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സർപ്പ സാഹചര്യങ്ങളെയും തകർക്കണമേ എന്ന് ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് കൊടുക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ സമയം മരിയൻ ഉടമ്പടിയുടെ നിബന്ധനകളാൽ അത് വിശ്വസ്താപനം പാലിക്കുന്നതിലൂടെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 ആരാധന, ആരാധന, ആരാധന,
നന്ദി, യേശുവേ മഹത്വം, നന്ദി, മഹത്വം, മഹത്വം. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. കൈകൾ കൂപ്പി വിഷയത്തിനെ നോക്കി രോഗസൗഖ്യവും ജീവിത ദുരിതങ്ങളിൽ നിന്ന് വിടുതലും ആശീർവാദം സ്വീകരിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും ഞാടിഞ്ഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ആന്തരിക അവയവങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും ഉദര രോഗങ്ങളിലും തൈറോയ്ഡ് രോഗങ്ങളിലും ടൈസോയിഡ് ടോൺസൈറ്റ് രോഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അങ്ങയുടെ മക്കൾ തീർത്ഥാടനത്തിലും ഓൺലൈനിലും ഈ ആഴ്ചയെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും എല്ലാ കണ്ണുനീരിൻ്റെ മേലും എല്ലാ ജീവിത ദുരിതങ്ങളുടെ മേലും തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എന്നിൽ നിറയണമേ സൗഖ്യം നൽകണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശീർവാദ സമയത്ത് മൗനമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ശിരസ്സ് നമിച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, മറിയ, ആമേൻ, ആമേൻ.
പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.